ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി സെൻറ്റൻസുകളാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ കിച്ചണിൽ പലതരത്തിലും സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. ഇതേ സെൻറ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും വേറെ വെറൈറ്റി സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് സെയിം സെൻറ്റൻസ് തന്നെയായിരിക്കും മലയാളത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് എന്ന് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഞാൻ ചപ്പാത്തി പരത്തി, ചപ്പാത്തി കുഴച്ചു, ചപ്പാത്തി ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ നാടൻ മലയാളത്തിൽ ചപ്പാത്തി ചുട്ടു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും? ഫസ്റ്റ് പറയുന്നത് ഞാൻ ചപ്പാത്തി പരത്തി. കുഴക്കുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി. ഈ പരത്തുക എന്നുള്ളതിൽ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാറ്? റോൾ അല്ലെ. അപ്പോ ഈ ചപ്പാത്തി പരത്തി, പരത്തുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റോൾ എന്നാണ്. റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉരുട്ടുക എന്ന് പറയുന്നതിന് നമ്മൾ റോൾ എന്ന് പറയാറുണ്ട്. ഇപ്പം ഒരു ബോൾ ഉരുട്ടുക എന്ന് പറയുമ്പോഴും നമ്മൾ റോൾ എന്ന് യൂസ് ചെയ്യും. പക്ഷെ ചപ്പാത്തി പരത്തുക എന്ന് പറയുമ്പോഴും റോൾ എന്ന് യൂസ് ചെയ്യും. അപ്പൊ അത് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പൊ പരത്തുക എന്നതിന് റോൾ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ ചപ്പാത്തി പരത്തി. പാസ്റ്റിലാണ് പറയുന്നത്. ഐ റോൾഡ് ദ ചപ്പാത്തി അല്ലെ. റോളിന്റെ പാസ്റ്റ് റോൾഡ് ആണ്. സോ ഐ റോൾഡ് ദ ചപ്പാത്തി. ഞാൻ ചപ്പാത്തി പരത്തി. ഇനി നമ്മൾ ഇതേ സെന്റൻസ് മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഞാൻ ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. രണ്ടും സിറ്റുവേഷൻ എന്താണ്? ആ സംഭവം അവിടെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ച് വ്യത്യാസം വരും. എങ്ങനെ അറിയോ? ഞാൻ ചപ്പാത്തി പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴോ പരത്തി കഴിഞ്ഞൊരു സംഭവമായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ട്, ഓൺ ദ സ്പോട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഐ ഹാവ് റോൾഡ് ദ ചപ്പാത്തി എന്ന് പറയണം. അവിടെ ഒരു ഹാവും കൂടി നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് കേട്ടോ. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആണ് അവിടെ വന്നത് എങ്കിൽ നമ്മൾ എന്ത് പറയണം? ഹാസ് എന്ന് പറയണം. അപ്പം ഐ ഹാവ് റോൾഡ് ദ ചപ്പാത്തി. വ്യത്യാസം മനസ്സിലായല്ലോ? ഞാൻ ചപ്പാത്തി പരത്തുകയാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചപ്പാത്തി പരത്തുകയാണ് നമുക്കറിയാം. ഐ എം റോളിംഗ് ദ ചപ്പാത്തി അല്ലെ. ആ റോളിന് ഒരു ING ഫോം ചേർത്ത് കൊടുത്തു. ഐ എം റോളിംഗ് ദ ചപ്പാത്തി. ഞാൻ ചപ്പാത്തി പരത്തുകയാണ്. അവൾ ചപ്പാത്തി പരത്തുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഷീ ഈസ് റോളിംഗ് ദ ചപ്പാത്തി. അവിടെ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പ്ലൂരൽ ആണെങ്കിൽ ആർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഐ ആണെങ്കിൽ ആം ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഷീ ഈസ് റോളിംഗ് ദ ചപ്പാത്തി. അവൾ ചപ്പാത്തി പരത്തുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? ഞാൻ ചപ്പാത്തി പരത്തി, അതോടെ കഴിഞ്ഞു. ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞു, ആ സംഭവം അവിടെ ഫിനിഷ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ രണ്ട് സെന്റൻസും ഈ പറയുന്ന സെന്റൻസും ഒരുപോലെയാണ് തോന്നുന്നത് അല്ലെ. ചപ്പാത്തി പരത്തി, ചപ്പാത്തി പരത്തിയിട്ടുണ്ട്, ചപ്പാത്തി പരത്തി കഴിഞ്ഞു. അവിടെ പൂർത്തീകരിച്ച ആ സ്പോട്ടിലാണ് പറയുന്നത്. അവിടെ നമുക്ക് പുതിയൊരു സെന്റൻസ് പറയാം. ആം ഡൺ എന്ന് യൂസ് ചെയ്ത് പറയാം. ആം ഡൺ. ഇവിടെ ആം ഡൺ എന്ന് തന്നെ പറയണം, അല്ലാതെ ഐ ഹാവ് ഡൺ എന്ന് പറയരുത് കേട്ടോ. ആം ഡൺ റോളിംഗ് ദ ചപ്പാത്തി. ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞു, ആ സംഭവം അപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആം ഡൺ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ആം ഡൺ റോളിംഗ് ദ ചപ്പാത്തി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാവ് ഫിനിഷ്ഡ് റോളിംഗ് ദ ചപ്പാത്തി എന്ന് പറയാം. അപ്പം ഐ ഹാവ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഫിനിഷ്ഡ് യൂസ് ചെയ്യാം. അവിടെ ഡൺ യൂസ് ചെയ്ത് പറയേണ്ട. ഐ ഹാവ് ഡൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ഫിനിഷ്ഡ് റോളിംഗ് ദ ചപ്പാത്തി, അല്ലെങ്കിൽ ഐ എം ഡൺ റോളിംഗ് ദ ചപ്പാത്തി. ഓക്കെ, ഞാൻ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? വ്യത്യാസം മനസ്സിലാക്കി പഠിക്കാട്ടോ. ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ് അല്ലെ. കുഴക്കുമല്ലോ, നമ്മളെ കുഴച്ചിട്ടാണ് പരത്താറ്. അപ്പം ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. എന്താണ് കുഴക്കുക എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് നീഡ് എന്നാണ് അല്ലെ. നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴക്കുക. ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. ഐ എം നീഡിങ് ദ ചപ്പാത്തി ഡോ. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് എന്നാണ്. അപ്പം ഐ എം നീഡിങ് ദ ചപ്പാത്തി ഡോ. ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. ഇനി അവൾ ചപ്പാത്തി മാവ് കുഴക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ,
ഇവിടെയും സബ്ജക്റ്റ് സിംഗുലർ ആയി വന്നു കഴിഞ്ഞാൽ ഷീ ഈസ് നീഡിങ് ദ ചപ്പാത്തി ഡോ. ഷീ ഈസ് നീഡിങ് ദ ചപ്പാത്തി ഡോ. അവൾ ചപ്പാത്തി മാവ് കുഴക്കുകയാണ്. ഇനി അത് പാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചു. ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചു. ഐ നീഡഡ് ദ ചപ്പാത്തി ഡോ. ഐ നീഡഡ് ദ ചപ്പാത്തി ഡോ. ചപ്പാത്തി മാവ് കുഴച്ചു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട്. ഓൺ ദി സ്പോട്ടിൽ പറയാം ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട്. ഐ ഹാവ് നീഡഡ് ദ ചപ്പാത്തി ഡോ. ഐ ഹാവ് നീഡഡ് ദ ചപ്പാത്തി ഡോ. ഈ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് കഴിഞ്ഞു. ആ സംഭവം അവിടെ പൂർത്തീകരിച്ചു. അപ്പൊ എങ്ങനെ പറയാ? ഐ ആം ഡൺ നീഡിങ് ദ ചപ്പാത്തി ഡോ. ഐ ആം ഡൺ നീഡിങ് ദ ചപ്പാത്തി ഡോ. ഓക്കെ. അപ്പൊ ഇത് ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഞാൻ ചോറ് വെച്ചു, അല്ലെങ്കിൽ ഞാൻ ചോറുണ്ടാക്കി, ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ചോറുണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനെ പറയുമ്പം ഇതുപോലെ നമുക്ക് ഈ സെന്റൻസുകൾ എങ്ങനെ പറയാമെന്ന് ശ്രമിച്ചു നോക്കണം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്നത് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട്, ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇനി അവൾ എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ അവൻ എന്ന് പറയുകയാണെങ്കിലോ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അവൾ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഷി ഹാസ് ആണ് വേണ്ടത് കേട്ടോ. ഷി ഹാസ് നീഡഡ് ദ ചപ്പാത്തി ഡോ. അവൾ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി അവൾ ചപ്പാത്തി മാവ് കുഴച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഷി ഹാസ് ഫിനിഷ്ഡ് നീഡിങ് ദ ചപ്പാത്തി ഡോ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഷി ഈസ് ആം എന്ന് പറഞ്ഞതുപോലെ ഷി ഈസ് ഡൺ. ഷി ഈസ് ഡൺ നീഡിങ് ദ ചപ്പാത്തി ഡോ എന്ന് പറയാം കേട്ടോ. ഇനി മാവ് നല്ല പോലെ കുഴക്കണം. മാവ് നല്ല പോലെ കുഴക്കണം. എങ്ങനെ പറയാം? നീഡ് ദ ഡോ വെൽ. നീഡ് ദ ഡോ വെൽ. മാവ് നന്നായി കുഴക്കണം. ഓക്കെ. നെക്സ്റ്റ്, മാവ് കുറച്ചുകൂടി വെള്ളം വേണം. അതായത് മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം വേണം എന്ന് പറയാറുണ്ടല്ലോ. മാവ് കുറച്ചുകൂടി വെള്ളം വേണം, മാവിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണം എന്നെങ്ങനെ പറയാ? നമ്മുടെ ഒരു ആവശ്യമാണ് പറയുന്നത് അല്ലെ. ദ ഡോ നീഡ്സ് എ ലിറ്റിൽ മോർ വാട്ടർ. ദ ഡോ നീഡ്സ് അല്ലെ, ആവശ്യമുണ്ട്. ദ ഡോ നീഡ്സ് എ ലിറ്റിൽ മോർ വാട്ടർ. മാവ് കുറച്ചുകൂടി വെള്ളം വേണം. ഓക്കെ. നെക്സ്റ്റ്, മാവ് കട്ടിയാവരുത് അല്ലെ. മാവ് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ചപ്പാത്തി റെഡി ആകില്ല. അപ്പൊ മാവ് കട്ടിയാവരുത് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരാളോട് പറയുന്ന ഒരു അഡ്വൈസ് ആയതുകൊണ്ട് നമുക്കവിടെ ഷുഡിൻ യൂസ് ചെയ്ത് പറയാം. ദ ഡോ ഷുഡിൻ ബി ടു ഹാർഡ്. ദ ഡോ ഷുഡിൻ ബി ടു ഹാർഡ്. മാവ് കട്ടിയാവരുത് എന്നാണ്. ഓക്കെ. മാവ് കുറച്ച് നേരം വെക്കണം അല്ലെ. നമ്മൾ കുഴച്ച മാവ് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും. മാവ് കുറച്ച് നേരം വെക്കണം. എങ്ങനെ പറയാ? ലെറ്റ് ദ ഡോ റെസ്റ്റ് ഫോർ സം ടൈം. ലെറ്റ് ദ ഡോ റെസ്റ്റ് ഫോർ സം ടൈം. മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഐ എം മേക്കിംഗ് ചപ്പാത്തി അല്ലെങ്കിൽ ഐ എം കുക്കിംഗ് ചപ്പാത്തി എന്ന് പറയാം. ഐ എം മേക്കിംഗ് ചപ്പാത്തി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഐ എം കുക്കിംഗ് ചപ്പാത്തി, ഞാൻ ചപ്പാത്തി കുക്ക് ചെയ്യാണ്. ഓക്കെ. ഇനി അവളാണെങ്കിലോ സബ്ജക്റ്റ് മാറി പറയുകയാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഷീ ഈസ് മേക്കിംഗ് ചപ്പാത്തി, ഷീ ഈസ് കുക്കിംഗ് ചപ്പാത്തി. ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുക, നീ ചപ്പാത്തി ഉണ്ടാക്കുകയാണോ, നീ ചോറ് ഉണ്ടാക്കുകയാണോ, നീ ചായ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. നീ ചപ്പാത്തി ഉണ്ടാക്കുകയാണോ? ഇവിടെ നീ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ആർ യു മേക്കിംഗ് ചപ്പാത്തി, ആർ യു മേക്കിംഗ് ചപ്പാത്തി അല്ലെങ്കിൽ ആർ യു കുക്കിംഗ് ചപ്പാത്തി. ഓക്കെ. നെക്സ്റ്റ്, ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അല്ലെ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എന്നെങ്ങനെ പറയാ? ഐ നേരത്തേക്ക് നമ്മൾ പരത്തി കുഴച്ചു എന്നൊക്കെ പറഞ്ഞു. ഇനി ചപ്പാത്തി ഉണ്ടാക്കി എന്ന് പറയാണ്. ഐ മേഡ് ചപ്പാത്തി. ഐ മേഡ് ചപ്പാത്തി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അല്ലെങ്കിൽ ഐ കുക്കഡ് ചപ്പാത്തി എന്നും പറയാട്ടോ. അവൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. അവൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. എങ്ങനെ പറയാ? ഷി മേഡ് ചപ്പാത്തി ഇൻ ദ മോർണിംഗ്. ഷി മേഡ് ചപ്പാത്തി ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് ഷീ ആണെങ്കിലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ രാത്രി ചപ്പാത്തി കഴിച്ചു. ഞങ്ങൾ രാത്രി ചപ്പാത്തി കഴിച്ചു. എങ്ങനെ പറയാ? വി ഏറ്റ് ചപ്പാത്തി ഫോർ ഡിന്നർ. വി ഏറ്റ് ചപ്പാത്തി ഫോർ ഡിന്നർ. ഞങ്ങൾ രാത്രി ചപ്പാത്തി കഴിച്ചു. ഓക്കെ.
ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കുഴച്ചിട്ടുണ്ട്, പരത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കി വെച്ച് സ്പോട്ടിൽ പറയാണ്. ഉണ്ടാക്കി അത് കുറച്ച് സമയം കഴിഞ്ഞു. ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. ഐ ഹാവ് മെയ്ഡ് ചപ്പാത്തീസ്. ഐ ഹാവ് മെയ്ഡ് ചപ്പാത്തീസ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അവൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുകയാണ്. അവൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. എങ്ങനെ പറയാ? ഷി ഹാസ് ഫിനിഷ്ഡ് മേക്കിംഗ് ചപ്പാത്തി. ഷി ഹാസ് ഫിനിഷ്ഡ് മേക്കിംഗ് ചപ്പാത്തി. അവൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മറ്റേ റൂളിൽ പറയുകയാണെങ്കിൽ ഷി ഈസ് ഡൺ മേക്കിംഗ് ചപ്പാത്തി. ഷി ഈസ് ഡൺ മേക്കിംഗ് ചപ്പാത്തി. ഇവിടെ ഈസ് ഡൺ എന്ന് പറയാം, ഹാസ് ഡൺ എന്ന് പറയരുത്. ഹാസ് വരികയാണെങ്കിൽ അവിടെ ഫിനിഷ്ഡ് മേക്കിംഗ് എന്ന് പറയാം. ഇനി ഷി ഈസ് ഡൺ മേക്കിംഗ് ചപ്പാത്തി. അവൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ്, എനിക്ക് ചൂടുള്ള ചപ്പാത്തി ഇഷ്ടമാണ്. എനിക്ക് ചൂടുള്ള ചപ്പാത്തി ഇഷ്ടമാണ്. എങ്ങനെ പറയാ? ഐ ലൈക്ക് ഹോട്ട് ചപ്പാത്തീസ്. ഐ ലൈക്ക് ഹോട്ട് ചപ്പാത്തീസ്. എനിക്ക് ചൂടുള്ള ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ദോശയുണ്ടാക്കി. ഞാൻ ദോശയുണ്ടാക്കിയിട്ടുണ്ട്. അവൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. അവൻ ദോശ ഉണ്ടാക്കുകയാണ്. ഈ 4 സെന്റൻസുകളും എങ്ങനെ നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ ചോറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത് ചെയ്യാം. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ചിക്കൻ കറി ആണ് പറയേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് വെർബുകൾ മസ്റ്റ് ആയിട്ടും പഠിക്കാം കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.